നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊള്ളുമ്പോൾ UDF ഭയപ്പാടിലാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പിന്നോട്ടു പോയതാണ് ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, കോൺഗ്രസ് നേതാവ് കൂടിയായ ശശി തരൂർ MP കൂടിയാണ് ഭയക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ തിരിച്ചടി ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ പോയ ഒരു സംഘത്തെ നയിച്ചത് തരൂരായിരുന്നു. വിദേശ രാജ്യങ്ങളിലെ സന്ദർശനത്തിനിടെ തരൂരിന്റെ പല പ്രസ്താവനകളും കോൺഗ്രസിനെ വെട്ടിലാക്കിയിരുന്നു. തിരിച്ചെത്തിയ ശേഷവും തരൂരിനെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ പങ്കെടുപ്പിക്കേണ്ടതില്ലെന്ന് AICC നേതൃത്വം തന്നെയാണ് തീരുമാനമെടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയും രാഷ്ട്രം സ്വീകരിച്ച നിലപാടുകളും തരൂർ ആ സമയത്ത് തുറന്നു പറഞ്ഞിരുന്നു. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സംയുക്ത പാർലമെന്റ് സമ്മേളനം വിളിച്ചു കൂട്ടണമെന്നടക്കം ഉന്നയിക്കുമ്പോഴായിരുന്നു കോൺഗ്രസ് ലേബലിൽ തരൂർ മോദി സ്തുതിയുമായി മുന്നോട്ടു പോയത്. അതിനാലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചുമതലകൾ ഒന്നും തന്നെ നൽകാതിരിക്കുന്നത്. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സംയുക്ത പാർലമെന്റ് സമ്മേളനം വിളിച്ചു കൂട്ടണമെന്നടക്കം ഉന്നയിക്കുമ്പോഴായിരുന്നു കോൺഗ്രസ് ലേബലിൽ തരൂർ മോദി സ്തുതിയുമായി മുന്നോട്ട് പോയത്. അതിനാലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചുമതലകളിൽ ഒന്നും തന്നെ നൽകാതിരുന്നതും. തരൂരിനെതിരെ സംസ്ഥാനത്തിനകത്ത് പരസ്യ പ്രസ്താവനകൾ നടത്തരുതെന്നാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. തരൂരിനെ ചൊറിഞ്ഞാൽ തിരിച്ചതേ നാണയത്തിൽ തരൂർ പറയുമെന്ന് കേന്ദ്ര സംസ്ഥാന നേതാക്കൾക്ക് നല്ലതുപോലെ അറിയാം. അതിനാൽ തൽക്കാലം ഇപ്പോൾ തരൂരിനെതിരെ ആരും പ്രസ്താവന നടത്തരുതെന്നാണ് നിർദ്ദേശം. തരൂർ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ നിലമ്പൂരിൽ അത് ആകെ ക്ഷീണമായി മാറിയേക്കും. BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾ അത് ആയുധമാക്കി ഉപയോഗിക്കുമെന്നും പേടി കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. കഴിഞ്ഞ ദിവസം സന്ദർശനം കഴിഞ്ഞെത്തിയ ശശി തരൂർ MPയെ നരേന്ദ്രമോദി നേരിട്ടാണ് വിരുന്നിന് ക്ഷണിച്ചത്. ഇത് കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിച്ചു കഴിഞ്ഞു. നിലവിൽ തരൂരിനെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയതിൽ അത്ര ദഹിച്ചിട്ടുമില്ല. AICC പ്രവർത്തക സമിതി അംഗം കൂടിയായിട്ടും കേരളത്തിൽ പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങളിൽ മാറ്റി നിർത്തിയതിൽ കടുത്ത അതൃപ്തി തരൂരിനുണ്ട്. എപ്പോൾ വേണമെങ്കിലും തരൂർ ആഞ്ഞടിച്ചേക്കാം. ആ ഭയം കോൺഗ്രസിന് എപ്പോഴും ഉണ്ട്. മാധ്യമങ്ങളടക്കം തരൂരിനെ സംബന്ധിച്ച ചോദ്യം ഉയർത്തിയപ്പോൾ എങ്ങനെയും വഴുതിമാറാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ ഇന്ന് നടത്തുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കാത്തിരിക്കാനാണ് തരൂരിന്റെ തീരുമാനവും. ഇതിനുശേഷം തരൂരിന്റെ ഭാഗത്തു നിന്ന് ഒരു പൊട്ടിത്തെറി ഉണ്ടായേക്കും. തെരഞ്ഞെടുപ്പിനിടയിലും തരൂരുമായി ചില കോൺഗ്രസ് നേതാക്കൾ സൗഹൃദ സംഭാഷണത്തിന് ശ്രമം തുടങ്ങിയിട്ടുണ്ടെന്നാണ് വിവരം. ഇതിനായി KPCC നേതൃത്വം ഒരു ടീമിനെ തന്നെ ചുമതലപ്പെടുത്തി കഴിഞ്ഞുവെന്നാണ് പിന്നാമ്പുറ രഹസ്യം. ശശി തരൂർ BJPയുടെ ചട്ടുകമായി മാറിക്കഴിഞ്ഞതിന് ചില സൂചനകൾ ഘടകകക്ഷികൾ നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ ഘടകകക്ഷികളുടെ സംശയത്തിന് കൂടി ഇന്നിപ്പോൾ കോൺഗ്രസ് മറുപടി പറയേണ്ടി വരും. ലീഗിന്റെ കടുത്ത അതൃപ്തിയും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ലീഗ് ചിലപ്പോൾ തരൂരിനെതിരെ തിരിഞ്ഞാലും കോൺഗ്രസ് കമ എന്നൊരക്ഷരം മിണ്ടാനിടയില്ല. എന്തായാലും കോൺഗ്രസ് പെട്ടിരിക്കുകയാണ്. നിലമ്പൂരിലെ എതിരാളിയെയും പേടിക്കണം, ഒപ്പം പാളയത്തിൽ തന്നെയുള്ള ശശി തരൂർ എന്ന ബോംബ് പൊട്ടാതെ സൂക്ഷിക്കണമെന്ന ആശങ്കയിലുമാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്.